പ്രൈസ് ലോൺ. ഇന്ന് നമുക്ക് നാലാം ദിവസം ചിന്തിക്കാം. ആദ്യമായിട്ട് എർഗണോമിക്സ് എന്ന് പറഞ്ഞ വാക്ക് എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? അത് ഉണ്ടായത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. എർഗ നോമോസ് എന്ന് പറഞ്ഞ രണ്ട് വേർഡ് കൂടിച്ചേരുമ്പോഴാണ് എർഗണോമിക്സ്. എർഗ വെച്ച് കഴിഞ്ഞാൽ വർക്ക്സ്, നോമോസ് വെച്ചാൽ ലോ. ദ ലോ ഓഫ് സയൻസ് മേക്സ് പീപ്പിൾസ് വർക്ക് ഈസിയർ. മനസ്സിലായി? എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് നമുക്ക് ഫ്രിഡ്ജില്ലായിരുന്നു. ഫ്രിഡ്ജ് വന്നപ്പോൾ നമുക്കത് നമ്മുടെ ലൈഫ് ലാഡ് ബെറ്റർ. പഴയ കാലത്ത് നമുക്ക് സ്റ്റൗവിൻ്റെ അകത്ത് വെച്ച് കത്തിക്കണമായിരുന്നു. ഇപ്പം പുതിയ കാലത്ത് അടുപ്പിൻ്റെ അകത്തൊക്കെ വെച്ച് തീയൊക്കെ വെച്ച് വിറകൊക്കെ വേണമായിരുന്നു. ഇപ്പം വേണ്ട, നമുക്ക് ലൈക്കിനോ എവറിത്തിങ് മെയ്ഡ് ലൈഫ് ഈസിയർ. അതാണ് എർഗണോമസ്. ഓക്കെ, അപ്പം ഈ വേർഡ്സ് ഒത്തിരി പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളോടുള്ളത്, ഇത് എർഗണോമസ് എന്ന് വെച്ചാൽ works of the law of science makes people's work easier, right? അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലനായ പൗലോസിൻ്റെ സുവിശേഷം അറിയിക്കുമ്പോൾ അന്ന് പുതിയ നിയമം ഇല്ല, പഴയ നിയമം ടെനാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടെനാക്ക് വെച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിക്കുന്നത് മറ്റുള്ളവരോട്. അപ്പം ഇനിയും ക്വസ്റ്റ്യൻ, പൗലോസ് ഡിഫെൻഡ് ചെയ്യുമായിരുന്നോ ടെനാക്കിനെ അല്ലെ തോറെ ഡിഫെൻഡ് ചെയ്യായിരുന്നോ അതോ ഒഫെൻഡ് ചെയ്യുമായിരുന്നോ? ഓരോ കാര്യങ്ങളിൽ കൂടെ. ഓക്കെ, അതേപോലെ യേശു ക്രിസ്തുവിൻ്റെ കഥയിലേക്ക് വരാൻ. ഓക്കെ, പിതാവാം ദൈവം നൽകി തന്ന ഓരോ കാര്യങ്ങളും വെൻ പീപ്പിൾ മിസ്യൂസ്ഡ് ഇറ്റ്, അതായത് പരീക്ഷന്മാർ, ശാസ്ത്രിമാർ, അവരൊക്കെ ഓരോരുത്തരെ അവർ വേറെ അർത്ഥങ്ങൾ കൊണ്ടുവന്നപ്പം ജീസസ് ക്രൈസ്റ്റ് ഡിഫെൻഡ് ചെയ്യുമായിരുന്നു. പിതാവിൻ്റെ ഡിഫെൻഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ ജീവിതത്തിൽ കൂടെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഡിഫെൻഡ് ചെയ്യുമായിരുന്നു അതോ ഒഫെൻഡ് ചെയ്യുമായിരുന്നു? അത് നിങ്ങൾ തന്നെ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, എർഗണോമസ്. പിന്നെ എന്താണെന്നറിയത്തില്ല, ഞാൻ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഈ കാര്യം കൂടെ പറയണമെന്ന് എനിക്ക് എൻ്റെ പ്രേരണ തന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, വിസ്ഡം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ കുറച്ച് നാൾ മുമ്പ് വായിച്ചായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഈ സോങ്സ് ഓഫ് സോളമൻ എൻ്റെ ഇത് വന്നു. അപ്പോൾ എല്ലാ കാലത്തും നമ്മളത് വായിക്കുമ്പം ഒരു ലവ് റിലേഷൻഷിപ്പാണ് നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പം മിക്ക ആൾക്കാർക്കും അതൊരു വായിക്കാനൊരു ഇതുപോലെ പബ്ലിക്കായിട്ടൊക്കെ വായിക്കാനപ്പം. അപ്പം ഞാനത് വായിച്ചപ്പം എന്നെ ഒരു കാര്യം ശരിക്കും സ്റ്റക്ക് ചെയ്തു. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഈ ഭാഗം എൻ്റെ മനസ്സിൽ വന്നു. ഏതാണെന്ന് ചോദിച്ചാൽ 1-ാം അധ്യായത്തിൻ്റെ അകത്തെ ശൂന്യംകാരത്തിയുടെ കഥ. ഇപ്പം ശൂന്യംകാരത്തി തൻ്റെ പ്രിയനുമായിട്ട് വിവാഹം ചെയ്തു വെച്ചേക്കുക. അപ്പം വിവാഹം ചെയ്തു വെച്ച് വീട്ടിൽ ഇരിക്കുന്നതാണ് ഉറപ്പ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതേ. അപ്പം കഴിച്ചു കഴിഞ്ഞപ്പം വീട്ടുകാർ ഈ സ്ത്രീയെ വിനിയാർഡിലോട്ട് പണിക്ക് വേണ്ടി വിട്ടു. പണിക്ക് വേണ്ടിയിട്ട് സൂര്യനും എല്ലാം കൊണ്ട് കറുത്തുപോയി. അപ്പം ശൂന്യകാരത്തി സങ്കടത്തോട് പറയുന്നു, ഞാൻ കറുത്തുപോയി പ്രിയ, എന്നെ നോക്കില്ലേ, ഞാൻ കറുത്തുപോയി, എൻ്റെ സഹോദരങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്തു, കറുത്തുപോയി, എൻ്റെ വൈനിയാർഡോ എനിക്ക് നോക്കാൻ സമയം കിട്ടിയില്ല. അപ്പം ഇതും നമ്മുടെ പുതിയ നിയമത്തിൽ ഒരു ലോസ്റ്റ് ഷീപ്പിൻ്റെ ഒരു ഇത് വരുമ്പം അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു സ്ത്രീയുടെ ഒരു കോയിൻ നഷ്ടപ്പെട്ട്, സിൽവർ കോയിൻ നഷ്ടപ്പെട്ടു പോയത്. ഇതും കൂടെ നിങ്ങൾ കൂട്ടിച്ചേർത്തൊന്ന് പഠിച്ചു നോക്കാം. ഇത്രയേ ഉള്ളൂ. ഈ സ്ത്രീ കല്യാണം എൻഗേജ് ചെയ്ത് വെച്ചേക്കുക. ബട്ട് ആ സമയത്ത് കാന്തനുമായിട്ട് അവളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കേണ്ട സമയത്ത് സഹോദരങ്ങൾ പണിക്ക് വിട്ട് സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെട്ട് മുഴുവൻ. അപ്പോൾ ആ കാന്തനുമായിട്ടുള്ള ആ ഒരു ലവ് പരിതാപം പറയുന്ന ഒരു ആ സീൻ
എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇതിൻ്റെ ഇന്നർ അർത്ഥം ആ ഒരു ജൂയിഷ് കൾച്ചറുമായിട്ട് ഒത്ത് ചേർത്ത് വെച്ച് അത് ആ ഒരു ലിറ്ററേച്ചർ ഈ പഠിപ്പിച്ച ആളൊരു ജൂയിഷ് അല്ല, ജർമ്മൻ ആളായിരുന്നു ഈ ബുക്ക് എഴുതിയത്. ഓക്കെ, അപ്പം ജർമ്മൻ ആളാണ്. പക്ഷേ എങ്കിലും ആ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഒത്തിരി സന്തോഷം തോന്നി. അപ്പം അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇന്ന് പുതിയ വേർഡ്സ് അധികം ഇല്ല, കുറച്ചേ ഉള്ളൂ. മറ്റേതെല്ലാം നമ്മൾ പണ്ട് കേട്ടതാണ്, പഠിച്ചതാണ്. അതുകൊണ്ട് ആദ്യം നമുക്കിത് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന 4-ാം ദിവസം. കഴിഞ്ഞ ദിവസം നമ്മൾ 3-ാം ദിവസത്തിൻ്റെ 2-ാം ഭാഗം ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ 2-ാം ഭാഗത്തിൻ്റെ അകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകാൻ സാധിച്ചു. വളർച്ചയുടെ കാര്യത്തെപ്പറ്റി നമുക്ക് എങ്ങനെ സ്പിരിച്വൽ ഗ്രോത്ത് ഓരോ ലെയർ ബൈ ലെയർ നമുക്ക് പഠിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ പ്രാവശ്യം 4-ാം ദിവസത്തെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ, ആദ്യം വായിക്കാം. ഹീബ്രു വായിക്കാം, പിന്നെ ഇംഗ്ലീഷ് വായിക്കാം, പിന്നെ മലയാളത്തിൽ വായിക്കാം. ഓക്കെ, വയോമേർ എലോഹിം യഹി മെറോട്ട്. മെറോട്ട് എന്ന് പറഞ്ഞ വാക്ക് മേ ഓ റോട്ട് എന്ന് പറഞ്ഞ, അപ്പം മേ എന്ന് പറഞ്ഞ ആ ഒരു വാക്കും ആ ഒരു ലെറ്ററും അവസാനത്തെ യോട്ടിന് ബർഷീറ്റിൻ്റെ ബേയും ഇതില്ലേ, ഈ രണ്ട് മേ ഓട്ടെന്ന് വായിക്കും. അത് ഞാൻ എൻ്റെ നടുക്കുള്ള വാക്കാണ് ഓർ എന്ന് വെച്ചാൽ നമ്മൾ വായിച്ചു വെളിച്ചം. ഓക്കെ, അപ്പോൾ മേ ഓട്ടെന്ന് വായിച്ചാൽ അതെന്ത് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായി? മേ ഓട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേയോദ് എന്ന് വെച്ചാൽ വെരി മച്ച് എന്നാണ്. അത് നമ്മൾ ഒരാൾ ഹവാറിയോ ചോദിക്കുമ്പോൾ മേയോദ് എന്ന് പറയും. മേ ഓട്ട് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പം മേ ഓ റോട്ട് എന്ന് പറയുമ്പം ഹൺഡ്രഡ്സ് ഓഫ് ലൈറ്റ്, ലൂമിനറീസ്. മനസ്സിലായി? ഒന്നല്ല, ഒത്തിരി ലൂമിനറീസ്. ഓക്കെ, മേ ഓ റോട്ട് ബെറക്കിയ ഹഷാമായി വേ ഹാവ്ദേൽ ബേൻ ഹയോം വുവേൻ ഹലൈല വേഹയോ ലെ ഓറോട്ട് വുലെ മേ ആവ്ദേൽ വുലെ മോ ആവ്ദേൽ ആൻഡ് വേയമീം വു ലെ യാമീം ദിവസങ്ങൾ. അതിൻ്റെ ശനിയും ദിവസങ്ങളും ഇയേഴ്സും ആയെന്നുള്ളു. ഓക്കെ, അത് 15-ാം വാക്യത്ത് വേഹയു ലെമെ റോട്ട് ബെറക്കിയ ഹഷമായിം ലെ ആഓർ ആൽ ആറെറ്റ്സ് വൈഹി ഖീൻ. ഭൂമിയിൽ വെളിച്ചം തന്നു, അത് നല്ലതെന്ന് കണ്ടു. ഓക്കെ, അതടുത്തത് വയാസ് ഗാഡ് മെയ്ഡ് എന്നാണ്. വയാസ് മെയ്ഡ്, എലോഹിം വരുമ്പോൾ ഗാഡ് മെയ്ഡ്. വയാസ് എലോഹിം എറ്റ് ഷനി ഹാ മെറോട്ട് ഹാ ഗദോലിം എറ്റ് ഹാ മെറോട്ട് ഹാ ഗദോൽ ലെമേം ഷലേറ്റ് ഹാ യോം ואת מאורות הקטן לממשלת הלילה ואת הכוכבים. കൊക്കാവിയും പുതിയ വാക്കാണ്. മേംഷലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥം. കൊക്കാവി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റാർസിനെ മേക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് വയറ്റൈൻ ഓറ്റാം എലോഹിം വെറക്കിയ ഹഷമായിം ലെ ആറെറ്റ്സ് ആൽ ലെ ഓറോട്ട് ആൽ ആ ഹറേറ്റ്സ്.
അപ്പോൾ ഭൂമിയിൽ വെളിച്ചം നൽകാൻ എക്സ്പാൻസിൻ്റെ അകത്ത് ഈ വെളിച്ചങ്ങളെ വെച്ചു എന്നുള്ള അർത്ഥം. ഓക്കെ, അടുത്ത